നമ്മളുള്ളത് മൂന്നാമത്തെ ദിവസമായിട്ടോ രാജസ്ഥാനിലെ ബ്യാവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ജിയോ പെട്രോൾ പമ്പിലായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ സ്റ്റേ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഞ്ഞിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വീഡിയോ എടുത്തിട്ടില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പുകളിൽ. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ അജ്മീർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, നൈറ്റ് ആകുമ്പോഴത്തേക്കും ജയ്പൂരിലെത്തുക. ജയ്പൂരാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് നമ്മളൊരു പെട്രോൾ പമ്പിലായിരുന്നു. അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി. അപ്പോൾ നമ്മളുള്ളത് ബ്യാവറിലാണ്. ഇവിടുന്ന് അജ്മീറിലേക്ക് വെറും 40 കിലോമീറ്റർ കൂടിയുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ റൈഡ്. രാവിലെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കണം സമയം കുറച്ച് ഡിലേ വന്നിട്ട് കേട്ടോ. 9:30 ആയിട്ടുണ്ട് ഞങ്ങളുടെ റൈഡ് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നേരം വെളുത്തു. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് രാജസ്ഥാനിലെ ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അജ്മീറിലേക്ക് പോകുന്ന വഴിയാട്ടോ അത്. റോഡൊക്കെ കേരളത്തിലെ കുണ്ടും കുഴികളും ഇവിടുത്തെ റോഡിലുണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. മോർണിംഗ് ഒരു 10 മണി 10:30 ആയതുകൊണ്ടായിരിക്കണം ഈ സിറ്റി ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. വണ്ടി ഓടിച്ച് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാജസ്ഥാനിലെ ഇന്നത്തെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അജ്മീറിലെ ദർഗയായിരുന്നു കേട്ടോ. അജ്മീർ ഷെരീഫ് ദർഗ അഥവാ അജ്മീർ ദർഗ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ദർഗയിലേക്കുള്ള വഴി ഗൂഗിൾ മാപ്പ് ഇട്ട് പോയതുകൊണ്ടാണെന്നറിയില്ല, ഏറ്റവും ഇടുങ്ങിയിട്ടുള്ള വഴികളിലൂടെയൊക്കെ കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതിലൂടെ ഒരു ഓട്ടോന് വരാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല നമുക്ക് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടാതെയൊക്കെ പോകണമല്ലോ. നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ. വളരെ നാരോ ആയിട്ടുള്ള റോഡായിരുന്നു കേട്ടോ. പക്ഷെ അതിലൂടെ വരാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഓട്ടോ പോലത്തൊന്നും, വളരെ മെലിഞ്ഞിട്ടുള്ള ഓട്ടോ. നമ്മളെ നാട്ടിലുള്ള ഓട്ടോ പോലെയൊന്നുമല്ല കേട്ടോ ഇവിടെയുള്ള ഓട്ടോ ഒന്നും കാണാൻ. ഇടുങ്ങിയ വഴികളാണെങ്കിൽ കൂടിയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ കടകളിലും നിറച്ചും ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നെങ്കിൽ കൂടിയിട്ടും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പെട്ടുപോയി എന്ന് പറയാലോ. അതായിരുന്നു അവസ്ഥ. ഓരോ സ്ഥലത്തു നിന്നും ടേൺ ചെയ്യുന്ന സമയത്തും അതിനേക്കാളും ചെറിയ വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല എല്ലാ കടകളിലും നല്ല തിരക്കായിരുന്നു. ഒരുപാട് സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നല്ല റേറ്റ് കുറവാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. തുണിത്തരങ്ങളാണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള അജ്മീർ ബിരിയാണികളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. വെറും 40 രൂപ മാത്രമേ ഉള്ളൂ ഒരു പ്ലേറ്റ് ബിരിയാണിക്ക്. ഒരുപാട് ടാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇടവഴിയിലൂടെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ട്. എതിരെ വരുന്ന വണ്ടികൾക്കാണെങ്കിലും അവിടെയുള്ള ആളുകൾക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ആ രീതിയിൽ നമ്മളടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല. വളരെ സ്നേഹപൂർവ്വമായിരുന്നു കേട്ടോ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ട് വെച്ചോളൂ, ബൈക്ക് ഇവിടെ വെച്ചിട്ട് നടന്നു പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ച് ദർഗയിലേക്ക് നടന്നു കേട്ടോ. ദർഗയുടെ നേരെ മുന്നിലുള്ള ബസാർ നല്ല തിരക്കായിരുന്നു. അവിടെ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ദർഗയിലേക്ക് ആവശ്യമുള്ള പൂജാ സാമഗ്രികളാണ് ഈ മുന്നിലുള്ള ബസാറിൽ മുഴുവനും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ അജ്മീറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെ ഈ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു കേട്ടോ. പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അതിൻ്റെ പുറത്തെത്തി. അജ്മീറിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെയുള്ള കെട്ടിടങ്ങളായിരുന്നു കേട്ടോ. വളരെ പഴയ കെട്ടിടങ്ങളാണ്, പക്ഷെ അവരുടെ ആർക്കിടെക്ചേഴ്സ് അടിപൊളിയാണ് കേട്ടോ. ജസ്റ്റ് നമ്മളിതൊക്കെ അനുഭവിച്ചറിയുക തന്നെ വേണം. ദർഗയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് പഴയ ഒരു ജൈന ക്ഷേത്രത്തിലേക്കായിരുന്നു കേട്ടോ. അതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. 1865 അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള ആർക്കിടെക്ചറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കിഡിലനാണ് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ആണത്. ഇവിടുന്ന് അജ്മീർ സിറ്റി മുഴുവൻ കാണാൻ പറ്റും. മ്യൂസിയത്തിൽ നിന്നും ഞങ്ങൾ നേരെ പുഷ്കറിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ബ്രഹ്മാവിനെ പൂജിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ. ഇതാണ് പുഷ്കറിലെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. കേരള ടു കശ്മീരിലേക്കുള്ള ഞങ്ങളുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.